പണ്ട് കുളത്തിൽ നീന്തിയ ഒരു ഇത് വെച്ചിട്ട് ചാടാനൊക്കെ അങ്ങനെ ഞാൻ ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ആനയിറങ്കൽ ഡാമിൽ. ഹായ് ഗൈസ്, നമ്മള് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് നിൽക്കുന്നത്. പുറകിൽ ആനയിറങ്കൽ ഡാമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഈവനിങ് സവാരി, അവനും സവാരിക്ക് പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഈവനിങ് സവാരിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് നമ്മുടെ സാരഥിയെ പരിചയപ്പെടാം. ദീപ ടീച്ചറാണ് വണ്ടി ഓടിക്കുന്നത്, ബാക്കിൽ ജെൻസ് ടീച്ചറും ഉണ്ട് കേട്ടോ. അല്ല, ഒരു സ്ഥലവും ഇല്ല, വെറുതെ പോവാ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ വെറുതെ യാത്ര തിരിക്കുകയാണ്. കണ്ട റോഡുകളിൽ ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിലുള്ള ഒരെണ്ണമാണ് കേട്ടോ നമ്മുടെ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാത. നമ്മുടെ ഗ്യാപ്പ് റോഡൊക്കെ ഉൾക്കൊള്ളുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത. ഇപ്പം ഗ്യാപ്പ് റോഡിൽ കൂടെ അല്ല, നമ്മൾ അത് കഴിഞ്ഞു. നമ്മൾ പൂപ്പാറയ്ക്ക് പോണ വഴിയാണ്. പെരിയ കനാലിൽ നിന്നൊക്കെ പൂപ്പാറയ്ക്ക് പോണ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൗക്ക് മരങ്ങളൊക്കെ ഇവിടെ തേയിലയുടെ ഇടയിൽ നട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു പോണു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നമുക്ക് ആ ഒരു മരത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് ആനയിറങ്കൽ വരേക്കും ഒന്ന് പോകാൻ നിർത്തു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആനയിറങ്കൽ ഡാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ടൂറിസ്റ്റൊക്കെ ആ വഴി പോകുന്നുണ്ട്. കുറേ പേര് പറയാറുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അതെ കേട്ടോ, അവിടെ നിൽക്കാൻ പറ്റിയ ഭയങ്കര ഭാഗ്യമാണ്. ആകെയുള്ളൊരു അതർ സൈഡ് എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കേ അതിൻ്റെ അകത്ത് പോവാം. 2024 കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ആനയിറങ്കൽ ഡാമിൽ വരുന്നത്. അന്നൊരു മഴയായിരുന്നു. മഴയത്ത് ഞാൻ ബോട്ടിലൊക്കെ കയറി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു സോളോ ട്രിപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർ ബാക്കി ഈ വീഡിയോ കണ്ടോ, കാണാത്തവർ ആ വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കാണണേ. പിന്നെ വേസ്റ്റ് ദൈവത്തെ ഓർത്ത് വരുന്ന ആളുകളോടാണ് ഇവിടെ ഇടരുത്. കാരണം തേയിലയൊക്കെ ഉള്ളതാണ്, പിന്നെ നമ്മുടെ ആനയിറങ്കൽ ഡാം ഉള്ളതാണ്. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. പിന്നെ അവിടെ കുറേ പേര് റീൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ തേയിലകളുടെ ഇടയിലൂടെ നടക്കുകയാണ്. ക്യാമറമാൻ ജെൻസ് ടീച്ചറിനോടൊപ്പം വർഷാവിയോ. രാവിലെ മുതൽ എന്നും തന്നെ തേയില കാണുന്നതാണ്, തേയിലത്തോട്ടം കാണുന്നതാണെങ്കിലും ഉണ്ടല്ലോ, ഓരോ സ്ഥലത്തെയും തേയിലത്തോട്ടത്തിന് ഓരോ പ്രത്യേകതയുള്ള പോലെയും ഭംഗിയുള്ള പോലെയും തോന്നും. കണ്ടാലും ശരിക്കും മതി വരാത്ത പോലെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ എനിക്ക് നോർമലായിട്ട് സംസാരിക്കണം എന്ന് തോന്നുമെങ്കിലും ഈ ക്യാമറ ഓണായി കഴിയുമ്പോൾ എനിക്കിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വരുവാണ്. എന്താണെന്നറിയത്തില്ല, ഒന്നും പറയാനും കിട്ടുന്നില്ല. ഈ ക്യാമറ ഓഫ് ആക്കി ഞാൻ വളവളാന്ന് സംസാരിക്കും. പക്ഷേ ഈ ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എപ്പോഴും എല്ലാ വീഡിയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്ന്. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. ശരിക്കും നല്ല സ്ഥലമാണ്. അപ്പോൾ കൂടെ വന്ന ജെൻസ് ടീച്ചറും ദീപ ടീച്ചറും ആദ്യമേ തന്നെ തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോയും എടുത്ത് പതുക്കെ ആ കാഴ്ചയൊക്കെ ആസ്വദിച്ച് വരുന്നതുകൊണ്ട് ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ ദേ വരുന്നു അവർ രണ്ടുപേരും തൂക്കുപാലം കണ്ടിട്ട്. അപ്പോൾ കാണുന്നതാണ് നമ്മുടെ ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു സൈഡാണ്. ഈ പാർക്കൊക്കെ ഉള്ളത് അപ്പുറത്തെ സൈഡിൽ. ഈ ഒരു സൈഡ് ആനയിറങ്കലിൻ്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലം പോലെയൊക്കെ തോന്നുന്നില്ലേ? നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാനും നല്ല ഒരു പാട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു പ്രദേശം. ശരിക്കും ആനയിറങ്കൽ ഡാം എന്നുള്ള പേര് വരാൻ കാരണം ഈ ആന ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. നേരത്തെ നമ്മുടെ അരിക്കൊമ്പൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വിഹാര കേന്ദ്രം തന്നെയായിരുന്നു ഈ ആനയിറങ്കൽ ഡാം. അങ്ങനെ അരിക്കൊമ്പനും പോയി, മുറിവാലും ചെരിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ ചക്കക്കൊമ്പനുണ്ട്, പിന്നെ കുറേ ആനകളുണ്ടാവും. പണ്ട് കുളത്തിൽ നീന്തിയ ഒരു ഇത് വെച്ചിട്ട് ചാടാനൊക്കെ അങ്ങനെ ഞാൻ ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ആനയിറങ്കൽ ഡാമിൽ തന്നെ തീരും. ആനയിറങ്കൽ ഡാമിൽ യുവതി ആത്മഹത്യയുടെ കാരണം ഞാനല്ല, പറയാൻ പാടില്ല. അങ്ങനെ കുറച്ച് സംസാരങ്ങൾക്കും വർത്തമാനങ്ങൾക്കും ഒക്കെ ശേഷം നമ്മൾ വീണ്ടും ഇപ്പം എൻ്റെ കൂടെ വീണ്ടും ഒരു തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ. അവർ ഡയറക്ഷൻ പറഞ്ഞു തന്നു. ഇപ്പോൾ ഇവിടെ സൂര്യനാണ് മെയിൻ ക്യാരക്ടർ. വൈകുന്നേരം ആയതുകൊണ്ടേ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നോക്കുക നിങ്ങൾ. പിന്നെ നോക്കുക, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. പാമ്പൻ പാലം അപകടത്തിൽ എന്ന് പറയുന്ന പോലെ തൂക്കുപാലം റിനോവേഷനാണ്. അപ്പം ഇതല്ലാതെ ഒരു തൂക്കുപാലം കൂടി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ പണിയില്ലായിരുന്നെങ്കിൽ, തകർന്നില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അപ്പുറത്തോട്ടൊക്കെ കയറി കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഇവിടെയും കുറേ ആൾക്കാരും ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും ഒരേപോലത്തെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തേ. അപ്പം നമ്മൾ ചെറിയ ഒരു ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗമൊക്കെ കണ്ടിട്ട് തിരിച്ച് കയറുവാണ്. കിതയ്ക്കോ വല്ലാണ്ട്. ഇനി നമ്മളെ ഫുഡ് കഴിക്കാൻ പോവാണോ തിരിച്ചു പോവാണോ? ഓക്കെ, ഇനി ഖാനെ കെ ബാത്ത് തിരിച്ചു പോവും.
ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു പൂപ്പാറ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് പോണത് കേട്ടോ. അവിടെ സഫയർ ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ വൈകുന്നേരമായി, രാത്രിയിലത്തെ ഭക്ഷണം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി നേരെ ചെന്നിട്ട് അങ്ങോട്ട് മേല് കഴുകിയിട്ട് അങ്ങോട്ട് ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ദേ കണ്ടോ, വീണ്ടും ചെറിയ ടൗണിൽ കുറച്ച് തേയിലയൊക്കെ അങ്ങനത്തെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പൂപ്പാറ ടൗണിൽ അങ്ങനെ ഹോട്ടലിൽ എത്തിയപ്പോൾ ജെൻസ് ടീച്ചർ കുഴിമന്തി എന്നാണ് പറയണത്, ദീപ ടീച്ചർക്കും കുഴിമന്തി. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല എന്നാണ് ഞാൻ ഈ അങ്ങനത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുഴിമന്തി ഇഷ്ടമില്ലെങ്കിലും എനിക്ക് അൽഫാം ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അൽഫാം ചിക്കനും നമ്മുടെ കുബൂസുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ. പിന്നെ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ ജെൻസ് ടീച്ചർ എവിടെയാ? ഇവിടെ ഉണ്ട്. നമ്മൾ സൂര്യനെല്ലിക്ക് തിരിച്ചു പോവാണ്. സന്ധ്യയായി, സമയം 6:32. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം വർഷ വിയോ.